नमस्ते स्वामी जी। नमस्ते। ओम सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। हरि ओम। ഭഗവത്ഗീത 4-ാമത്തെ അധ്യായം 14-ാമത്തെ ശ്ലോകം. നമാം കർമാണി ലിംപന്തി നമേ കർമ്മഫലേ സ്പൃഹ ഇതി മാം യോ അഭിജാനാതി കർമ്മഭിഹി നസ ബധ്യത്തെ. ഇനി തൊട്ടു മുമ്പുള്ള ശ്ലോകത്തിൽ 13-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു, വർണ്ണവ്യവസ്ഥ, ജാതി വ്യവസ്ഥ അത് ഞാനാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷെ അത് സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഗുണത്തിൻ്റെയും കർമ്മത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. ആ വർണ്ണവ്യവസ്ഥ ഞാനാണ് സൃഷ്ടിച്ചിരിക്കുന്നു എങ്കിലും ഞാൻ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ ഇത് തോന്നുന്നതാണ്. എന്തുകൊണ്ട്? ലോകം മുഴുവൻ അങ്ങനെ തന്നെയാണ്. യഥാർത്ഥത്തിൽ പരമസ്വരൂപത്തിൽ, പരമതത്വത്തിൽ പ്രവർത്തനം ഒന്നും നടക്കുന്നില്ല. പക്ഷെ നമ്മൾ പ്രവർത്തനം നടക്കുന്ന പോലെ അനുഭവിക്കുന്നു. അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ എല്ലാ പശ്ചാത്തലത്തിലുള്ള അവ്യയം, ഞാൻ, അതായത് പരമതത്വം എന്ന് പറയാം, അല്ലെങ്കിൽ ഭഗവാൻ ഈശ്വരൻ എന്നൊക്കെ പറയാം. ആ ഞാൻ, എൻ്റെ സ്വരൂപം എന്താണ്? അവ്യയം. ഞാൻ ഒരു മാറ്റവും ഇല്ലാത്ത തത്വമാണ്. അകർത്ത. മാത്രമല്ല ഞാൻ ഒന്നും ചെയ്യുന്നുമില്ല. അങ്ങനെ ഉള്ള ഞാനാണ്, അതായത് എന്നിലൂടെയാണ് ഈ വർണ്ണവ്യവസ്ഥ, ജാതി വ്യവസ്ഥ വരുന്നത്. കാരണം അജ്ഞാനത്തിൻ്റെ തെളിവ്, അല്ലെങ്കിൽ അജ്ഞാനത്തിൻ്റെ വെളിപാട് വൈവിധ്യമാണ്. വൈവിധ്യം ഉണ്ട് എന്ന് വെച്ചാൽ തന്നെ അവിടെ അജ്ഞാനമുണ്ട് എന്നാണ് അർത്ഥം. ആ വൈവിധ്യം ഒരിക്കലും നമുക്ക് മാറ്റാൻ പറ്റില്ല. അതായത് അജ്ഞാനത്തിനെ ആശ്രയിച്ചിട്ടുള്ള വൈവിധ്യത്തിനെ നമുക്ക് മാറ്റാൻ പറ്റില്ല. പല രൂപങ്ങളും പല നാമധേയങ്ങളും ഉള്ള വൈവിധ്യം. അങ്ങനെ ഉള്ളപ്പോൾ അവിടെ വകതിരിവ് അനിവാര്യമാണ്. ഒരു വ്യക്തിക്ക് പാടാൻ കഴിയും, വേറെ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ അത് നല്ലോണം കേൾക്കാൻ പോലും കഴിയില്ല. ഒരു വ്യക്തിക്ക് നല്ലോണം പാചകം ചെയ്യാൻ കഴിയും, മറ്റാൾക്കാർക്ക് അത് കഴിക്കാൻ മാത്രമേ കഴിയുമായിരിക്കുള്ളൂ. ഒരു വ്യക്തിക്ക് നല്ലോണം കഥ പറയാനും കഥ എഴുതാനും പറ്റും. അങ്ങനെ പലതരത്തിലുള്ള പല ആൾക്കാർക്ക് കഴിവുകൾ ഉണ്ട്. സ്വാഭാവികമായി അവിടെ ഒരു വൈവിധ്യമുണ്ട്. അപ്പോൾ കഥാകൃത്ത്, അവരിനെ കഥാകൃത്ത് എന്ന് പറയുന്നതും, അല്ലെങ്കിൽ കവിതയോ കഥയോ നോവലൊക്കെ എഴുതുന്ന ആൾക്കാരെ സാഹിത്യകാരൻ എന്ന് പറയുന്നതും അത് തെറ്റല്ല. ഇതിനെക്കുറിച്ച് പല സ്ഥലത്തും വിവേകാനന്ദ സ്വാമികൾ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഈ വർണ്ണവ്യവസ്ഥ എന്ന് പറയുന്നത് ജനനത്തിന്റെ അടിസ്ഥാനത്തിൽ ജന്മന ഉണ്ടാവുമെന്ന് പറഞ്ഞതാണ് തെറ്റ്. പക്ഷെ കാറ്റഗറൈസേഷൻ അല്ലെങ്കിൽ വർഗീകരണം
ഓരോ വർഗത്തിൽ ഓരോ വിഷയത്തിന് ഇട എന്ന് പറയുന്നത് അത് ശാസ്ത്രത്തിലും ശരി സമൂഹത്തിലും ശരി അത് സ്വാഭാവികമാണ്. അങ്ങനെയാണ് ജാതി വ്യവസ്ഥ വന്നിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം ഗുണം, പ്രവർത്തനം അത് ഒരുപോലെയല്ല, അത് വിവിധമാണ്, വൈവിധ്യമുള്ളതാണ്. പക്ഷേ ഈ വർണ്ണവ്യവസ്ഥയിൽ ഞാനാണ് ഈ വർണ്ണവ്യവസ്ഥയെ സൃഷ്ടിച്ചിരിക്കുന്നത്, ഞാനാണ് അതിൻ്റെ രചയിതാവ് ആണെങ്കിലും ഞാനൊന്നും പ്രവർത്തിക്കുന്നില്ല. അപ്പൊ ഇവിടെ തന്നെ മായ, അവിദ്യ, അജ്ഞാനം, അധ്യാസം എന്നൊക്കെ പറയപ്പെടുന്ന ആ അജ്ഞാനം കൊണ്ടാണ് നമുക്ക് ഈ ലോകം ഇങ്ങനെ വൈവിധ്യത്തോട് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും നമ്മൾ സ്വന്തം നമ്മളെ തന്നെ കർത്താവ് എന്നും, അതായത് നമ്മളാണ് കർമ്മങ്ങൾ നിർവഹിക്കുന്നതെന്നും, നമ്മൾ ഭോക്താവാണെന്നും, അതായത് നമ്മളാണ് കർമ്മഫലങ്ങൾ അനുഭവിക്കുന്നതെന്നും തെറ്റിദ്ധരിക്കുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ വ്യക്തമായി പറയുന്നത് കർത്താരം അപിമാം, തസ്യ കർത്താരം അപിമാം. ഈ വർണ്ണവ്യവസ്ഥ, ജാതി വ്യവസ്ഥയുടെ രചയിതാവ് ഞാനാണ്, എങ്കിലും അവ്യയം അകർത്താരം വിദ്ധി, എന്നെ മാം അവ്യയം അകർത്താരം വിദ്ധി, എന്നെ ഒരു മാറ്റമില്ലാത്ത, ഒരു പ്രവർത്തനമില്ലാത്ത തത്വമായി അറിയണം. അതിൻ്റെ തുടർച്ചയാണ് ഇവിടെ. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? 13-ാമത്തെ ശ്ലോകത്തിൽ, 14-ാമത്തെ ശ്ലോകത്തിൽ കർമാണി മാം ന ലിംപന്തി, യാതൊരു തരത്തിലുള്ള കർമ്മവും എന്നെ സ്പർശിക്കുന്നില്ല. കർമാണി മാം ന ലിംപന്തി, അതായത് ഞാൻ ഒരു കർമ്മം കൊണ്ടും ബാധിക്കുന്നില്ല, എന്നെ ഒരു കർമ്മവും ബാധിക്കുന്നില്ല, ഞാൻ ഒരു കർമ്മത്തിലും കുടുങ്ങുന്നില്ല. മേ കർമ്മഫലേ സ്പൃഹ ന ഇതി, എനിക്ക് കർമ്മഫലത്തിനോട് താല്പര്യമില്ല, സ്പൃഹ ആഗ്രഹമില്ല, ആസക്തിയില്ല. അപ്പൊ ഇതാണ് ഭഗവാൻ കർമ്മണി ഏവ അധികാരഃ തേ മാ ഫലേഷു കദാചന എന്നുള്ള ശ്ലോകത്തിൽ, അതായത് ഇതിപ്പോ നമ്മൾ ആദ്യം കണ്ട ശ്ലോകമാണ്, 2-ാമത്തെ അധ്യായം 47-ാമത്തെ ശ്ലോകം. അതില് കർമ്മണി ഏവ അധികാരഃ തേ മാ ഫലേഷു കദാചന എന്നുള്ള ശ്ലോകത്തിൽ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത് ഇതാണ്: കർമ്മം മാത്രം ചെയ്യുക, അതിൻ്റെ ഫലത്തിനെ കുറിച്ച് ചിന്തിക്കരുത്. അതുപോലെ തന്നെ കർമ്മത്തിൽ ഒരിക്കലും ആസക്തരാകരുത്, അതായത് ഒരു പ്രത്യേക കർമ്മം മാത്രം ചെയ്യുള്ളൂ എന്ന് ആസക്തരാകരുത്. അതുപോലെ തന്നെ കർമ്മം ചെയ്യാതിരിക്കുന്ന അവസ്ഥയിലും ആസക്തരാകരുത്. കർമ്മഫലത്തിലും കർമ്മം ചെയ്യുന്നതിലോ ചെയ്യാതിരിക്കുന്നതിലോ പ്രത്യേക ഒരു കർമ്മം ചെയ്യുന്നതിലോ ഒന്നിലും തന്നെ ആസക്തരാവരുത്, അറ്റാച്ച്ഡ് ആവരുത്. അതാണ് ഇവിടെ ഭഗവാൻ അത് സ്വയം ചെയ്യുന്നു എന്ന് ഭഗവാൻ പറയുന്നത്. എന്നെ ഒരു കർമ്മവും സ്പർശിക്കുന്നില്ല, എന്നെ അതിൻ്റെ മാലിന്യം എന്നെ സ്പർശിക്കുന്നില്ല എന്ന് വെച്ചാൽ എന്താണ്? അതിൽ ഞാൻ കുടുങ്ങുന്നില്ല. മാത്രമല്ല, എനിക്ക് ഒരു കർമ്മത്തിൻ്റെയും ഫലത്തിനെ കുറിച്ച് ആഗ്രഹമില്ല. സ്പൃഹ ന, ആഗ്രഹം. സ്പൃഹ എന്ന് വെച്ചാൽ ആഗ്രഹം. അപ്പൊ എനിക്ക് ഏതൊരു കർമ്മത്തിൻ്റെയും ഫലത്തിനെ കുറിച്ച് ആഗ്രഹമില്ല. ഈ 2 കാര്യങ്ങൾ, അതായത് ഭഗവാൻ കർമ്മം ഒന്നും തന്നെ ചെയ്യുമ്പോൾ ഭഗവാനെ ആ കർമ്മം ഒന്നും തന്നെ സ്പർശിക്കുന്നില്ല, അതായത് ഭഗവാൻ സമ്പൂർണമായി അനാസക്തനായിട്ടാണ് ഈ കർമ്മങ്ങൾ നിർവഹിക്കുന്നത് എന്നും,
ഭഗവാന് ഈ കർമ്മങ്ങളുടെ ഫലം എന്തായാലും അതില് ഒരു ആഗ്രഹവും ഇല്ല എന്നും ഈ രണ്ട് കാര്യങ്ങൾ ഇതി ഇങ്ങനെ യഹ ആരാണോ മാം അഭിജാനാതി എന്നെ അറിയുന്നത്, അതായത് ഞാൻ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ആ കർമ്മങ്ങൾ എന്നെ ബാധിക്കുന്നില്ല, മാത്രമല്ല കർമ്മഫലത്തിനോട് എനിക്ക് ഒരു ആഗ്രഹവുമില്ല എന്ന് എന്നെക്കുറിച്ച് ആരാണോ അറിയുന്നത്. അപ്പൊ എന്നെക്കുറിച്ച് എന്ന് പറയുമ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച്, സർവേശ്വരനെ കുറിച്ച്, പരമതത്വത്തിനെ കുറിച്ച്, ബ്രഹ്മനെ കുറിച്ച് എന്ന് പറയുമ്പോൾ ജ്ഞാനി പറയും അത് നമ്മുടെ സ്വരൂപവും കൂടിയാണ്. അപ്പൊ നമ്മളിനെ കുറിച്ച് തന്നെ നമ്മൾ എങ്ങനെ അറിയണം? അപ്പൊ ആരാണോ അങ്ങനെ അറിയുന്നത്, യഹ മാം അഭിജാനാതി സഹ കർമ്മഭിഹി ന ബധ്യത്തെ. അങ്ങനെ അറിയുന്ന വ്യക്തി ഒരിക്കലും കർമ്മം കൊണ്ട് ബന്ധനത്തിൽ കുടുങ്ങില്ല. കർമ്മം ആ വ്യക്തിനെ ബന്ധനത്തിൽ ആക്കില്ല. കർമ്മഭിഹി, കർമ്മങ്ങൾ ആ വ്യക്തിനെ ബന്ധനത്തിലാക്കില്ല. അപ്പൊ യഥാർത്ഥത്തിൽ കർമ്മം എന്ന് പറയുമ്പോൾ അത് അജ്ഞാന തലത്തിലാണ്. നമ്മൾ ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ്, നമ്മളാണ് കർമ്മം ചെയ്യുന്നത് എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ദുഃഖം അനുഭവിക്കുന്നത്. നമ്മളാണ് കർമ്മഫലം അനുഭവിക്കുന്നത് എന്ന് ഉള്ള ധാരണ നമുക്കുള്ളത് കൊണ്ടാണ് നമ്മൾ ദുഃഖം അനുഭവിക്കുന്നത്. ഇത് രണ്ടും യഥാർത്ഥത്തിൽ സത്യമല്ല. എന്തുകൊണ്ട്? അജ്ഞാനത്തിലൂടെയാണ് കർമ്മം നടക്കുന്നത്. അജ്ഞാന തലത്തിലാണ് കർമ്മം നടക്കുന്നത്. അപ്പോൾ അങ്ങനെ അജ്ഞാന തലത്തിൽ കർമ്മം നടക്കുമ്പോൾ അതിനൊരു നിലനിൽപ്പ് ഉണ്ട് എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. പാമ്പിന്റെ ഉദാഹരണം പറഞ്ഞാൽ, കയറിൽ പാമ്പിനെ നമ്മൾ അധ്യാരോപിക്കുന്നു. അവിടുന്ന് പാമ്പ് അങ്ങനെ എഴിഞ്ഞു പോകുന്ന പോലെ നമ്മൾ സങ്കല്പിച്ചാലും യഥാർത്ഥത്തിൽ അവിടെ പാമ്പില്ല. ഇല്ലാത്ത ഒന്ന് എങ്ങനെ പോകും? അതുപോലെ തന്നെ ഈ ലോകം, നമ്മൾ ഭക്തനായിരുന്നാലും ഈ ലോകം നമ്മൾ കാണുന്ന പോലെ അല്ല. അത് ഭഗവാന്റെ സൃഷ്ടിയാണ്. അങ്ങനെ ഭഗവാന്റെ സൃഷ്ടിയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നതെല്ലാം ആരാണ് ചെയ്യുന്നത്? ഭഗവാനാണ് ചെയ്യുന്നത്. ഭഗവാനെ കുറിച്ച് എന്താ പറയുന്നത്? കർത്തും അകർത്തും അന്യഥാ കർത്തും. അതായത് ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും. അപ്പൊ ഭഗവാന്, യഥാർത്ഥ കർത്താവിന് ഈ മൂന്ന് കഴിവുണ്ടാവും. ഏതെങ്കിലും ഒരു പ്രവർത്തനം ചെയ്യാനും, അകർത്തും ചെയ്യാതിരിക്കാനും, അന്യഥാ കർത്തും അതിനെ വേറെ രീതിയിൽ ചെയ്യാനും. അപ്പോ ഭഗവാൻ ശ്രീ രാമകൃഷ്ണദേവൻ ഒരു അതെന്തുകൊണ്ടാണ് അത് കാണിക്കുന്നത്? അതായത് ഭഗവാന് എന്തും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഭഗവാനെ കൊണ്ട് എന്തും ചെയ്യാൻ പറ്റും. പക്ഷെ അതേ നേരം ഈ ഭഗവാന്റെ തലത്തിൽ, പരമതത്വത്തിന്റെ തലത്തിൽ ശരിക്കും കാരണകാര്യ ബന്ധം ഉണ്ടാവില്ല, കോസ് ആൻഡ് എഫക്റ്റ് ഉണ്ടാവില്ല. ഈ കാരണകാര്യ ബന്ധമുള്ളത് അജ്ഞാന തലത്തിലാണ്. പറയാൻ പോയാൽ ശരിക്കും യുക്തിന്റെ ബന്ധമുള്ളത് അജ്ഞാന തലത്തിലാണ്. യുക്തി ഒരിക്കലും പരമതത്വ തലത്തിൽ യുക്തി ഇല്ല. അപ്പൊ അത് നമ്മൾ ഈ വിചാരിക്കുന്നു, ഞാൻ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഇതിന്റെ ഫലം കിട്ടുന്നു. അതും ഭഗവത്ഗീതയിൽ ഇതിനു മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആരും ആ 2-ാമത്തെ അധ്യായത്തിൽ 47-ാമത്തെ ശ്ലോകം, കർമ്മണീയേവ അധികാരസ്ഥ, അതിന്റെ 2-ാമത്തെ ലൈനിൽ പറയുന്നു, നീ കർമ്മഫല ഹേതുഹു മാ ഭൂ. അതായത് നീ അങ്ങനെ നിന്നെ കർമ്മഫലത്തിന്റെ കാരണമായി കാണാൻ പാടില്ല. അപ്പൊ നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മം ചെയ്യുന്നത് കൊണ്ട് കർമ്മഫലം ഉണ്ടാകുന്നു എന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. പിന്നെ മാ സംഗഹതു അകർമ്മണി, ഒന്നും ചെയ്യാതിരിക്കാനും പാടില്ല. അപ്പോൾ പലരും ഇങ്ങനെ വിചാരിക്കല്ലോ, ഞാൻ കർമ്മം ചെയ്യുന്നത് കൊണ്ട് ഫലം കിട്ടുന്നു, അപ്പോൾ ഫലം
ഫലത്തിനെ കുറിച്ച് ചിന്തിക്കാൻ പാടില്ല എന്ന് ഭഗവാൻ പറയുമ്പോൾ, അപ്പോൾ അതിനേക്കാളും നല്ലത് കർമ്മം ചെയ്യാതിരിക്കാൻ, അപ്പോൾ ഫലം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചാൽ അങ്ങനെ കർമ്മം ചെയ്യാതിരിക്കുന്ന അവസ്ഥയിൽ ആസക്തരാവരുത് എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ ഭഗവാൻ പറയുന്നത് എന്താണ്? യഥാർത്ഥത്തിൽ ഈ 14ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത് എന്താണ്? ആരാണോ ഇത് മനസ്സിലാക്കുന്നത് ആ വ്യക്തിനെ കർമ്മം ബന്ധനത്തിൽ കൊടുക്കുന്നില്ല. എന്തു വെച്ചാൽ യഥാർത്ഥത്തിൽ നമ്മൾ ബന്ധനത്തിലാവുന്നില്ല. ഞാനാണ് കർത്ത, ഞാനാണ് ഭോക്ത എന്ന് വിചാരിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ബന്ധനത്തിൽ കൊടുക്കുന്നത്. അത് യഥാർത്ഥത്തിൽ നമ്മൾ കാരണം ഭഗവാന്റെ സന്തതിയാണ് നമ്മളെങ്കിൽ, അല്ലെങ്കിൽ ആത്മ ബ്രഹ്മനാണ് നമ്മളെങ്കിൽ ഒരിക്കലും കർമ്മഫലം നമ്മളെ സ്പർശിക്കില്ല, കർമ്മവും സ്പർശിക്കില്ല. അപ്പൊ പിന്നെ എങ്ങനെ കർമ്മഫലം ഒക്കെ പലരിനെയും ബാധിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ അത് അവരങ്ങനെ വിചാരിക്കുന്നത് കൊണ്ടാണ്. ഞാൻ ചെയ്യുന്നു ഒരു കർമ്മം എന്ന് വിചാരിച്ചാൽ അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും നമ്മളെ സ്വാധീനിക്കും. അതുപോലെ തന്നെ ഞാനൊരു കർമ്മഫലം അനുഭവിക്കുന്നു എന്ന് വിചാരിച്ചാൽ അതിൻ്റെയും ഗുണങ്ങളും ദോഷങ്ങളും എന്നെ സ്വാധീനിക്കും. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ വിചാരിക്കാവൂ, അല്ലേ എന്തൊക്കെ പറയുന്നത്, ഈ ഭഗവത്ഗീതയിലുള്ള ഇതിനൊക്കെ ദുർവ്യാഖ്യാനമാണോ സ്വാമിജി ചെയ്യുന്നത് എന്നൊക്കെ ആൾക്കാർ വിചാരിച്ചാൽ അല്ല, ഒന്നുമല്ല. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ദിവസം ഇത് നിങ്ങൾ മുമ്പേ കേട്ടിരിക്കും ചിലപ്പോൾ. ദിവസം നമ്മൾ പത്രത്തിലും അല്ലാതെ മാധ്യമങ്ങളിലും നമ്മൾ കേൾക്കാറുണ്ട്, വായിക്കാറുണ്ട്. ഒരു അപകടത്തിൽ ഇത്ര ആൾക്കാർ മരിച്ചു, അല്ലെങ്കിൽ കൊലപാതകത്തിൽ ഒരാൾ കൊന്നു, അങ്ങനെയൊക്കെ പല വാർത്തകൾ വരാറുണ്ടല്ലോ. അപ്പം അങ്ങനെ വാർത്തകൾ വരുമ്പോൾ നമ്മളത് വായിച്ചു പോന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വാർത്തയാണ്, അത്രേ ഉള്ളൂ. പക്ഷേ അങ്ങനെ വരാതിരിക്കട്ടെ. പക്ഷേ എപ്പോഴെങ്കിലും ഒരു പക്ഷേ നമുക്ക് അറിഞ്ഞ ഒരു വ്യക്തി, സുഹൃത്താവാം ബന്ധുവാവാം, ആ വ്യക്തി ഒരു അപകടത്തിൽ പറ്റൂ എന്ന് വെച്ചാൽ അത് നമുക്ക് വാർത്തയായിട്ട് മാത്രമല്ല വരുന്നത്. അപ്പോൾ നമ്മൾ വെപ്രാളപ്പെടും, നമുക്ക് ഇരിക്കാൻ പറ്റില്ല, നമ്മൾ ഓടും. എന്തായി, ആ വ്യക്തി ജീവിച്ചോ, എന്തായി, മരിച്ചോ എന്ന് പറഞ്ഞിട്ട് എവിടെയാണ് ആ വ്യക്തി ഉള്ളത് എന്ന് കാണാൻ ഓടും. ഇവിടെ എന്താ സംഭവിച്ചത്? ശരിക്കും മരണം തന്നെയാണ് സംഭവിച്ചത്. ആദ്യം മരണം തന്നെയാണ് സംഭവിച്ചത്, ഇപ്പോഴും മരണം തന്നെയാണ്. എന്താണ് വ്യത്യാസം? ഈ മരണം എനിക്ക് വളരെ ദോഷം ചെയ്യുന്നതാണ് എന്ന് ഞാൻ വിചാരിച്ചു തുടങ്ങി. അത്രേ ഉള്ളൂ ഇവിടെ വ്യത്യാസം, വേറെ ഒരു വ്യത്യാസമില്ല. അതായത് നമ്മുടെ സുഹൃത്തുക്കൾ മാത്രമല്ല, സ്വന്തം അവനവന്റെ മരണത്തിനെ പോലും വെറും ഒരു വാർത്തയായി കാണാൻ പറ്റും. അങ്ങനെ കാണുന്ന ആൾക്കാരുണ്ട്. ഡോക്ടർ പറയുന്നു നിങ്ങൾ ഇനി 3 മാസമേ ജീവിക്കുള്ളൂ എന്ന്. ഡോക്ടറുടെ വിചാരം ഡോക്ടറാണ്. ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നില്ലേ, ഡോക്ടർ അങ്ങനെ ഞാൻ തന്നെ രക്ഷിക്കും എന്ന് പറയുമ്പോൾ ഭഗവാൻ ചിരിക്കുന്നു അത്ര. അപ്പൊ ഡോക്ടർ വിചാരിക്കുന്നത് ഡോക്ടറാണ് എല്ലാം നിശ്ചയിക്കുന്നത്. ഏതായാലും ഡോക്ടർ അങ്ങനെ പറയുമ്പോൾ ആയിക്കോട്ടെ എന്നുള്ള ആൾക്കാരും ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ കുറെ വ്യക്തികൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഡോക്ടർ എന്ന് പറയുന്നു നിങ്ങൾ ഒരാഴ്ച ജീവിക്കുള്ളൂ, ആ ശരി, അതൊരു വാർത്തയായിട്ട് തന്നെ കാണുന്ന വ്യക്തികളുമുണ്ട്. അപൂർവമായിരിക്കാം, പക്ഷെ ഉണ്ട്. അപ്പോ ഇവിടെ അതാണ് സംഭവിക്കുന്നത്, ഞാനാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള ധാരണ. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ മാറ്റേണ്ടത് എന്താണ്? നമ്മളുടെ ആശയങ്ങളെ, നമ്മുടെ ധാരണകളാണ് മാറ്റേണ്ടത്. പുറത്തുള്ള സാഹചര്യം, ബാഹ്യ സാഹചര്യം അത് തന്നെയായിരിക്കും. അതാണ് മാതൃദേവി പറയുന്നത്, ഒരു വ്യക്തിക്ക് ജ്ഞാനം ലഭിച്ചാൽ 2 കൊമ്പ് മുളയ്ക്കുമെന്ന്. കൊമ്പൊന്നും മുളയ്ക്കില്ല, പക്ഷെ ആ വ്യക്തിയുടെ കാഴ്ചപ്പാട് ആകെ മാറും. എന്തുകൊണ്ട്? കാരണം യഥാർത്ഥം എന്താണെന്നുള്ളത് ആ വ്യക്തിക്ക് മനസ്സിലാവും. അപ്പോൾ ഈ കാഴ്ചപ്പാട് മാറുന്നതാണ് എല്ലാം, വേറെ ഒന്നുമല്ല. കാഴ്ചപ്പാട് മാറുന്നതാണ് എല്ലാം. ഇപ്പോൾ ഇന്നാളെ ഞാൻ ഇന്നലെ ഒരു വ്യക്തിയുടെ അടുത്ത് പറഞ്ഞു, ഒരു ഡിവോട്ടീൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു ഭക്തൻ്റെ അടുത്ത് പറഞ്ഞു, എന്താണ് നമ്മൾ ഈ മോഷൻ സിക്നെസ് എന്ന് പറയും. മോഷൻ സിക്നെസ് എന്ന് വെച്ചാൽ ലൂസ് മോഷൻ അല്ല കേട്ടോ. ഈ മലപ്രദേശങ്ങളിലൊക്കെ ഇങ്ങനെ വളവുകൾ കൂടുതലുള്ളപ്പോൾ അല്ലെങ്കിൽ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഛർദ്ദിക്കും കുറേ ആൾക്കാർ. അപ്പൊ ഈ കാര്യത്തിന് കായികപരമായ ഒരു കാരണവും ഇല്ല, ഫിസിക്കൽ ഒരു കാരണവും ഇല്ല. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ അമ്മയുടെ അടുത്ത് ചോദിക്കാം, ഗൂഗിൾ അമ്മായി പറഞ്ഞു തരും. അതിന്
ഏത് ഡോക്ടറെ അടുത്തും ചോദിച്ചാൽ അവരും പറഞ്ഞു തരും, ഇത് സമ്പൂർണമായി ഒരു മാനസിക വൈകല്യമാണ്. അതിന് ഒരു ഫിസിക്കൽ റീസൺ ഒന്നുമില്ല ശരീരത്തിൽ. അപ്പൊ എങ്ങനെയാണ് ഒരു വ്യക്തി, അത് മനസ്സ് കൺഫ്യൂസ് ആവുന്നത് കൊണ്ടാണ്. അപ്പോൾ മനസ്സ് പല കുഴപ്പങ്ങൾ മനസ്സിന് വരുന്നത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് ചില വ്യക്തികൾക്ക് മാത്രം ഇതുണ്ടാവുന്നത്. അതിൽ നിന്ന് പുറത്തു വരാനും ശരിക്കും അങ്ങനെ മാനസിക ഒരു മരുന്ന് കഴിക്കുന്നു. ആ മരുന്ന് യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിൽ പോയി എന്ത് ചെയ്യുന്നു എന്നല്ലാതെ നമ്മുടെ മനസ്സിന് ഒരു ഉറപ്പ് പോലെ കൊടുക്കുന്നു എന്നാണ്. അതിന് ഇംഗ്ലീഷിൽ പ്ലാസിബോ എഫക്റ്റ് എന്ന് പറയും. അത് മരുന്ന് കഴിച്ച ഉടനെ നമുക്ക് തോന്നുന്നു ഇതുകൊണ്ട് ശരിയാവുന്നു. അതുപോലെ തന്നെ വേറെ ഒരു വലിയ പ്രശ്നമുള്ള രോഗമുണ്ട്, ഇറിറ്റബിൾ ബബൽ സിൻഡ്രം. അവരെപ്പോൾ നോക്കിയാലും അവർക്ക് തോന്നും ഇപ്പോൾ എനിക്ക് ലെട്രിൻ പോകണം, ടോയ്ലറ്റ് പോകണം എന്ന്. പക്ഷെ ഒന്നും ഉണ്ടാവില്ല, പിന്നെ വീണ്ടും തോന്നും. വല്ലാത്തൊരു അവസ്ഥയാണ്. അതും മാനസിക കാരണങ്ങൾ കൊണ്ടാണ് വരുന്നത്. അത് സൈക്കോളജിക്കൽ പ്രശ്നമാണ്, ഫിസിയോളജിക്കൽ അല്ല. അപ്പോൾ ഇത്രയും വലിയ രോഗങ്ങൾ മനസ്സിൻ്റെ കാരണം കൊണ്ട് മാത്രം, ധാരണ വേറെ ആയതുകൊണ്ട് മാത്രം, തെറ്റായ കാഴ്ചപ്പാട് അല്ലെങ്കിൽ ആശയം ഉണ്ടായതുകൊണ്ട് മാത്രം വരുന്നു. ഇതിൽ തന്നെ നമുക്കറിയാമല്ലോ, ഈ കാഴ്ചപ്പാടിന് എത്ര മാത്രം പ്രാധാന്യം നമ്മുടെ ജീവിതത്തിലുണ്ടെന്ന്. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അപ്പൊ എന്നെ ഞാൻ ശരീരമായി കണ്ടാൽ എനിക്ക് പ്രശ്നമാണ്, കാണാതിരുന്നാൽ മതി, ഇത്രേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ അത് അത്ര എളുപ്പമാണോ എന്ന്. എളുപ്പമാണോ ഇല്ലെന്ന്, അതായത് ദുഃഖം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് സുഖം ഉള്ള പോലെ തോന്നുന്നു, പക്ഷെ ദുഃഖമുണ്ട്. ഇതിൽ നിന്ന് മാറണോ എന്നുള്ള ചോദ്യമാണ്. യഥാർത്ഥത്തിൽ മാറണോ എന്നാണ് ചോദ്യം. ഒരു പ്രാവശ്യം ഒരു സ്വാമിജി ഈ സംഭവം ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവന്റെ 2 സന്യാസി ശിഷ്യന്മാരോട് ഇതേപോലത്തെ സംഭവം നടന്നിട്ടുണ്ട്. ഒന്ന് ബ്രഹ്മാനന്ദ സ്വാമികൾ, പിന്നീട് ശിവാനന്ദ സ്വാമികൾ, മഹാപുരുഷ് മഹാരാജ്. എന്താണ് സംഭവം? ഒരാൾ പോയി ചോദിക്കുന്നു, സ്വാമിജി ഭഗവാൻ ശ്രീ രാമകൃഷ്ണദേവനോട് ഇരുന്നതല്ലേ, അപ്പൊ ഭഗവാൻ തന്നെ സ്വാമിജിനെ അനുഗ്രഹിച്ചതല്ലേ? അതെ. അപ്പൊ എന്തുകൊണ്ട് സ്വാമിജിക്ക് എല്ലാവരെയും അനുഗ്രഹിച്ചു കൂടാ എന്നാണ് ചോദ്യം. ആരെങ്കിലും ബ്രഹ്മജ്ഞാനം ആത്മജ്ഞാനം അന്വേഷിച്ച് വന്ന അനുഗ്രഹിച്ചാൽ പോരെ, നിങ്ങൾക്ക് ആ ബ്രഹ്മജ്ഞാനം ഉണ്ടല്ലോ എന്ന്. അപ്പോൾ രണ്ടുപേരും ഒരേ തരത്തിലുള്ള ഉത്തരമാണ് കൊടുത്തിരിക്കുന്നത്. ബ്രഹ്മാനന്ദജിയും ശിവാനന്ദജിയും പറയുന്നു, നമുക്ക് അങ്ങനെ അനുഗ്രഹിക്കാൻ താല്പര്യമുണ്ട്, പക്ഷെ ആരാണ് ഈ ബ്രഹ്മജ്ഞാനം തിരഞ്ഞു വരുന്നതെന്ന്? ആരുമില്ല. അപ്പൊ എൻ്റെ ജീവിതത്തിൽ ദുഃഖം വേണ്ട എന്ന് പറഞ്ഞാൽ അത് മാറ്റാൻ വേറെ ഒന്നും ചെയ്യണ്ട. ഞാൻ ശരീരമല്ല, മനസ്സല്ല, പ്രാണനല്ല, ബുദ്ധിയല്ല, ആനന്ദമയ കോശമല്ല എന്നുള്ളത് ആ കാഴ്ചപ്പാട് മനസ്സിൽ വരുത്തിയാൽ മതി. അതിനൊരു വഴിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഏതൊരു കർമ്മവും എന്നെ സ്പർശിക്കുന്നില്ല, ഏതൊരു കർമ്മഫലത്തിനും എനിക്ക് ആഗ്രഹമില്ല. അത്രേ ഉള്ളൂ. മാതൃദേവി ശാരദാദേവിയുടെ അടുത്ത് ഒരു ഭക്തൻ ചോദിക്കുന്നു, മുക്തി എന്ന് വെച്ചാൽ എന്താണെന്ന്. അപ്പൊ മാതൃദേവി പറയുന്നു, നിർവാസന, അതായത് ആഗ്രഹമില്ലാത്ത അവസ്ഥ, അതാണ് മുക്തി. അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ പറയുന്നില്ലേ, കർമ്മഫലേ സ്പൃഹാന, കർമ്മഫലത്തിൽ ഒരാഗ്രഹമില്ല. അതാണ് മോക്ഷത്തിന്റെ അവസ്ഥ, അതാണ് മുക്ത അവസ്ഥ. അപ്പൊ കർമ്മഫലം ഇങ്ങനെ ക്ലാസ് എടുക്കണം, ഗീത ക്ലാസ് എടുക്കണം, പിന്നെ ഒരുപാട് ആൾക്കാർ ഇത് അറ്റൻഡ് ചെയ്യണം, അങ്ങനെ ഞാൻ വിചാരിച്ചെങ്കിൽ അപ്പൊ ഗീത ക്ലാസ് പറഞ്ഞ ഒരർത്ഥമില്ല. ക്ലാസ് എടുക്കാൻ പറ്റിയെങ്കിൽ എടുക്കും, എടുക്കാൻ പറ്റാത്ത ദിവസം എടുക്കാൻ പറ്റില്ല. പ്രകൃതിം യാന്തി ഭൂതാനി നിഗ്രഹ കിം കരിഷ്യതി. അപ്പൊ അങ്ങനെ ഉള്ളപ്പോ ആ കർമ്മഫലത്തിന്റെ പ്രവാഹത്തിൽ, അതിൻ്റെ ഒഴുക്കിൽ എല്ലാവരും പോകും. കാരണം ഈ കർമ്മഫലം, കർമ്മം, ഈ കാരണം, കാര്യം എന്നുള്ള ബന്ധങ്ങളൊക്കെ എല്ലാം തന്നെ അജ്ഞാന തലത്തിലാണ് ഉള്ളത്. യഥാർത്ഥത്തിൽ ഇതൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അതാണ് ഇവിടെ പറയുന്നത്, ആരാണോ എന്നെ ഇങ്ങനെ മനസ്സിലാക്കുന്നത്, എന്നെന്ന് പറയുമ്പോൾ ഭഗവാന് മാത്രമല്ല നമ്മളിനെയും അങ്ങനെ. ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ ഒരു കാര്യം പറയുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ച് പറയുന്നുണ്ട്.
നമുക്ക് വചനാമൃതത്തിൽ അത് വായിക്കാം. എന്താണ്? ഞാൻ ആരാണ്, നീ ആരാണ്, നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ ഭഗവാൻ ആരാണ്, ഭഗവാന്റെ ഭക്തന്മാരായിരിക്കുന്ന നാം ആരാണ്, ഭഗവാനും നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇവിടെ പറയുന്നത് പലരും പറയാം, കണ്ടില്ല, ഭഗവാൻ ശ്രീകൃഷ്ണനെ ഒരു കർമ്മവും സ്പർശിക്കുന്നില്ല, കർമ്മഫലമൊന്നും സ്പർശിക്കുന്നില്ല. അതുവരെ ശരിയാ. പക്ഷേ യഹ മാം അഭിജാനാതി സഹ കർമ്മഭി ന ബധ്യത്തെ എന്നുള്ളതിന് ഒരു അർത്ഥമില്ലാതാവും. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവാനാണല്ലോ. അപ്പൊ ഭഗവാനെ കർമ്മങ്ങളോ കർമ്മഫലമോ സ്പർശിക്കുന്നില്ല, അതൊക്കെ ഒന്നും ബന്ധനത്തിൽ ആക്കുന്നില്ല ഭഗവാനെ എന്നറിഞ്ഞതുകൊണ്ട് ഒരു വ്യക്തി എങ്ങനെ കർമ്മത്തിൽ നിന്ന് മുക്തനാകും എന്നാണ് ചോദ്യം. അവിടെ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? യഥാർത്ഥത്തിൽ ഭഗവാന്റെ സന്തതിയാണ് ഞാനെങ്കിൽ, അതായത് ഒരു ഭക്തന്റെ കാഴ്ചപ്പാടിൽ ഭഗവാന്റെ സന്തതിയാണ് ഞാനെങ്കിൽ, അപ്പൊ ഭഗവാന്റെ സ്വരൂപമല്ലേ, ആ സ്വഭാവമല്ലേ എനിക്കും കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഞാനും ഭഗവാനും അഭിന്നമാണ്. അഹം ബ്രഹ്മാസ്മി, അഹം ബ്രഹ്മ അസ്മി. ഞാനും ഭഗവാനും അഭിന്നമാണ്, ഞാനും പരമതത്വവും അഭിന്നമാണെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് എൻ്റെ സ്വരൂപമാണ്. അപ്പൊ ഞാൻ എന്നെ തന്നെ അങ്ങനെ മനസ്സിലാക്കണം. എന്നെ തന്നെ ഞാൻ അങ്ങനെ മനസ്സിലാക്കിയാൽ എന്താവും? ഇപ്പോ പ്രഹ്ലാദൻ ഹിരണ്യകശിപുവിന്റെ അടുത്ത് പറയുന്നു, നാരായണനാണില്ല, നാരായണനാണെന്നില്ല. പക്ഷെ ഹിരണ്യകശിപു സ്വന്തം മകനെ കൊല്ലാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഭാഗവതമൊക്കെ വായിക്കുമ്പോൾ അവിടെ ഒരിക്കലും പ്രഹ്ലാദൻ ഭഗവാനെ എന്നെ രക്ഷിക്കൂ എന്ന് വിളിച്ചതായിട്ട് എവിടെയില്ല. എന്തുകൊണ്ട്? അപ്പൊ ഈ ശ്രമങ്ങളൊക്കെ വെറുതെ ശ്രമങ്ങളല്ല, കാര്യമായ ശ്രമങ്ങളാണ്. അത് ആരാ ചെയ്യുന്നത്? ഹിരണ്യകശിപുവാണ് ചെയ്യുന്നത്, സാധാരണ വ്യക്തിയൊന്നുമല്ല. അപ്പൊ എന്തുകൊണ്ടാണ് പ്രഹ്ലാദൻ ഒന്നും ഇങ്ങനെ വിളിക്കാത്ത? അയ്യോ ദൈവമേ എന്നെ കാത്തു രക്ഷിക്കണേ, അങ്ങനൊന്നും വിളിക്കുന്നില്ലല്ലോ. എന്തുകൊണ്ട്? കാരണം പ്രഹ്ലാദൻ അറിയാം, ആ ദൈവത്തിന്റെ സന്തതിയാണ് ഞാൻ. അപ്പൊ ദൈവം ഉണ്ടെങ്കിൽ ഞാനും ഉണ്ടാവും, അത്രേ ഉള്ളൂ, തീർന്നു. ആ ഒരു കാഴ്ചപ്പാടുണ്ട്. അതുകൊണ്ട് അഗ്നിക്ക് കത്തിക്കാൻ പറ്റുന്നില്ല പ്രഹ്ലാദനെ, മൃഗങ്ങൾക്ക് പ്രഹ്ലാദനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, മലമുകളിൽ നിന്ന് കളയുമ്പോൾ പ്രഹ്ലാദന് ഒന്നും സംഭവിക്കുന്നില്ല. അതൊക്കെ എങ്ങനെ നടക്കുന്നു? കാരണം പ്രഹ്ലാദന് അറിയാം, ഞാൻ ഭഗവാന്റെ സന്തതിയാണ്, അതുകൊണ്ട് ഞാൻ നശ്വരമല്ല, ഭഗവാന്റെ സ്വഭാവം എനിക്കുണ്ട്. സന്തതിയാണെങ്കിൽ അങ്ങനെയാണല്ലോ, ശാസ്ത്രം അതല്ല പറയുന്നത്, DNA എന്തൊക്കെ വരുന്നു എന്ന്. ഇപ്പൊ DNA ടെസ്റ്റ് ഒക്കെ ചെയ്യാം, അതുകൊണ്ട് ആൾക്കാർക്ക് കണ്ടുപിടിക്കാം ആരാണ് അച്ഛൻ അമ്മയൊക്കെ, ഇതൊക്കെ എല്ലാം കണ്ടുപിടിക്കാം. അപ്പോൾ അതുപോലെ തന്നെ ആ സ്വഭാവം അവിടെ വരുമല്ലോ. അപ്പൊ ഈ 14-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ യഥാർത്ഥ സ്വരൂപം എന്താണ്? കർമ്മങ്ങൾ യഥാർത്ഥത്തിൽ നമ്മളെ ബന്ധനത്തിൽ ആക്കുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് യഥാർത്ഥത്തിൽ കർമ്മത്തിന്റെ ആഗ്രഹമില്ല എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നമുക്ക് കർമ്മത്തിന്റെ ഫലമായിട്ട് ഒരു ബന്ധമില്ല. അതായത് ഇത് ചെയ്താൽ മാത്രമേ എൻ്റെ നിലനിൽപ്പ് ഉണ്ടാവുള്ളൂ എന്നുള്ളത് തെറ്റാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? പതഞ്ജലി യോഗസൂത്രത്തിൽ ഒരു സൂത്രമുണ്ട്, പ്രകൃതി ആപൂരാത്. അപ്പൊ ഈ പ്രകൃതി ആപൂരാത്ത് എന്ന് വെച്ചാൽ എന്താണ്? എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു അഭാവം ഉണ്ടെങ്കിൽ ആ അഭാവത്തിനെ പ്രകൃതി തന്നെ നിറയ്ക്കും. ഇതാണ് എൻ്റെ അർത്ഥം. വിവേകാനന്ദ സ്വാമികൾ അതിനെ അനുവാദം ചെയ്യുമ്പോൾ ഇൻഫില്ലിംഗ് ഓഫ് നേച്ചർ എന്നാണ് അതിൻ്റെ വിവർത്തനം ചെയ്യുന്നത്. സ്വാമിജി രാജയോഗത്തിൽ പതഞ്ജലി യോഗസൂത്രങ്ങളുടെ വിവർത്തനം ചെയ്തിട്ടുണ്ടല്ലോ, വിവർത്തനം ചെറുതായിട്ട് വ്യാഖ്യാനവും ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ പറയുന്ന ഇൻഫില്ലിംഗ് ഓഫ് നേച്ചർ എന്താണ്? അതിനൊരു ഉദാഹരണം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു കുഴി ഉണ്ടെന്ന് വെച്ചോളൂ, നമ്മളൊരു കുഴി ഉണ്ടാക്കുന്നു. അപ്പൊ കുഴിയിൽ ഒന്നുമില്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ എന്താവും? കുഴിയിൽ വെള്ളം നിറയും. ഇനി അതല്ല, കുഴിയിൽ നമ്മൾ ഒരുപാട് ചവറ് വെച്ച് കുഴീനെ അടച്ചെങ്കിൽ മഴവെള്ളം അവിടെ കയറാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് ഈ പ്രകൃതിയുടെ ഈ ശക്തി,
പ്രകൃതിൻ്റെ ഈ സ്വഭാവം അറിയാത്തത് കൊണ്ട് നമ്മൾ വെറുതെ ചിന്തിച്ച് തല പുകയുന്നു. എപ്പോഴും ചിന്തിക്കും, ഇതെങ്ങനെ ചെയ്യും, അതെങ്ങനെ ചെയ്യും, അതെങ്ങനെ ചെയ്യുമെന്ന്. അപ്പം അതുകൊണ്ട് എന്താവും, ഈ ചിന്തയാണ് ആ അഭാവത്തിനെ പോയി നിറയ്ക്കുന്നത്. അപ്പം നമുക്ക് ചിന്ത മാത്രമേ അവശേഷിക്കുള്ളൂ, നമുക്ക് ആ കാര്യം നടക്കില്ല. അങ്ങനെ ചിന്തിക്കാതിരുന്ന എന്താണ്, നമുക്കൊന്നും ചെയ്യണ്ട. ഒരു കർമ്മഫലം ചെയ്യേണ്ടെന്ന് വെച്ചാൽ ഈ പ്രാരബ്ധ കർമ്മത്തിന്റെ സ്വാധീനം കൊണ്ട് നമ്മൾ പലതും ചെയ്തു പോകും, അതായത് ജ്ഞാനം ലഭിച്ചതിന് ശേഷവും. പക്ഷേ യഥാർത്ഥത്തിൽ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ചെയ്തത് കൊണ്ടാണ് നമ്മൾ പറയുന്നില്ല, ഞാൻ ഇതിനു മുമ്പ് എങ്ങനെയായിരുന്നു, ഞാൻ വന്നു കഴിഞ്ഞ് കണ്ടില്ല എങ്ങനെ ആക്കിയെന്ന്. അപ്പോൾ അത് തന്നെ തെറ്റാണ്. അത് കാരണം നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഭക്തന്റെ ഭാഷയിലാണെങ്കിൽ അത് തന്നെ ഭഗവാൻ പറയുന്നുണ്ട്, ഉറപ്പ് തരുന്നുണ്ട്, യോഗക്ഷേമം വഹാമ്യഹം. നിനക്ക് എന്താണോ ആവശ്യം, നിന്റെ അടുത്ത് ഇല്ലാത്തത്, അത് ഞാൻ നിനക്ക് കൊടുക്കും. നിന്റെ അടുത്ത് എന്താണോ ഉള്ളത് അതിനെ ഞാൻ സംരക്ഷിക്കും എന്ന് ഭഗവാൻ തന്നെ പറയുന്നു. ഭക്തനായിരുന്ന മതി, നീ എന്നെ വിശ്വസിച്ചാൽ മതി. അതായത് അതിനെ ജ്ഞാനീന്റെ ഭാഷയിൽ മാറ്റിയെങ്കിൽ അവനവന്റെ സ്വരൂപത്തിനെ വിശ്വസിച്ചാൽ മതി, അത് എന്താണെന്ന് അറിഞ്ഞാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. അതുകൊണ്ട് തന്നെയാണ് ഭഗവത്ഗീതയിൽ 12-ാമത്തെ അധ്യായം ഭക്തി യോഗത്തിനെ കുറിച്ച് പറയുന്ന അധ്യായത്തിൽ പറയുന്നു ഭഗവാൻ, സർവാരംഭ പരിത്യാഗി, എല്ലാ സംരംഭങ്ങളും സമ്പൂർണമായി ത്യജിച്ച വ്യക്തി എന്ന്. സംരംഭങ്ങളൊക്കെ ത്യജിച്ചാൽ ഒന്നും ചെയ്യാതിരിക്കാൻ, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ ചെയ്തത് കൊണ്ടല്ല ഈ ലോകം നടക്കുന്നത്, ലോകം തന്നെ നടക്കും. പക്ഷെ അതിൽ വേറൊരു കാര്യം എന്താണ്, യഥാർത്ഥത്തിൽ ലോകമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഏതൊരു മതവും ഏത് മതവിശ്വാസവും പല മതങ്ങളിലുള്ള പലതരത്തിലുള്ള വിശ്വാസങ്ങളും ഒന്നും തന്നെ ഈ ലോകം ശാശ്വതമാണെന്ന് പറയുന്നില്ല. ആരും പറയുന്നില്ല. അതായത് ശരീരത്തിലൂടെ സാധന ചെയ്യണം എന്ന് പറയുന്ന പല മതപാതകളൊക്കെ ഉണ്ട്. പക്ഷെ അവരും തന്നെ ഈ ശരീരമോ അല്ലെങ്കിൽ ഈ ലോകമോ ശാശ്വതമാണെന്ന് ആരും പറയുന്നില്ല. അപ്പൊ ഇത് കാണുന്നതൊന്നും ശാശ്വതമല്ല, ഇതൊക്കെ എല്ലാം നശ്വരമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇതൊക്കെ നടക്കുന്നു, ഇത് ഉണ്ടാവുന്നു എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നത് തെറ്റിദ്ധാരണയാണ്. അപ്പൊ ശരിക്കുമുള്ള ധാരണ എന്താവണം? അതല്ലേ വിവേകാനന്ദ സ്വാമികള് ഒരു സ്ഥലത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ സദസ്സിൽ നിന്ന് ഒരാള് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, യു ആർ ഹിപ്നോട്ടൈസിങ് അസ്, ഞങ്ങളെയൊക്കെ ഒരു മാന്ത്രികനെ പോലെ, ഒരു മാന്ത്രിക ശക്തിയിൽ നിങ്ങൾ വശീകരിക്കുന്നുവെന്ന്. അപ്പോൾ പറഞ്ഞു, അതല്ല, നോ, ഐ ആം ഡീഹിപ്നോട്ടൈസിങ് യു. ഞാൻ നിങ്ങളെ ആദ്യം തൊട്ട് തന്നെ ആ ഒരു വശീകരണത്തിലാണ്, അവിടെ നിന്ന് മാറ്റിയെടുക്കുന്നു. അതായത് ഞാൻ ഈ ശരീരമാണ്, മനസ്സാണ്, പ്രാണനാണ്, ബുദ്ധിയാണ് എന്നൊക്കെ വിചാരിക്കുന്നു. ആ തെറ്റിദ്ധാരണകൾ മാറ്റി, തെറ്റിദ്ധാരണകൾ തകർക്കുന്നു എന്ന്. വേറെ ഒരു സ്ഥലത്ത് സ്വാമിജി പറയുന്നു, ഭഗവാൻ ശ്രീ രാമകൃഷ്ണദേവൻ വന്നത് മതത്തിൽ നിന്ന് ഈ മാരാല എന്ന് പറയില്ല, കോബ് വെബ്, അത് മാറ്റാൻ വേണ്ടിയിട്ടാണ്. മലയാളത്തിൽ മാറാല എന്ന് ചില സ്ഥലത്ത് പറയുമ്പോൾ ചില സ്ഥലത്ത് അതിന് വേറെയൊക്കെ പേരാ. പക്ഷെ എന്തായാലും കോബ് വെബ് അത് മാറ്റാൻ വേണ്ടിയിട്ടാണ്, അതായത് അതിലുള്ള ഈ മാലിന്യങ്ങൾ അത് അകറ്റാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ശ്രീ രാമകൃഷ്ണദേവൻ അവതരിച്ചിരിക്കുന്നതെന്ന് പറയുന്നു. അപ്പൊ എന്താണ് ആ മാറാല, എന്താണ് ആ മാലിന്യം? തെറ്റിദ്ധാരണയാണ് ആ മാലിന്യം. ഇത് ശാസ്ത്രപരമായി ഇതിന് ഒരുപാട് തെളിവുണ്ട്. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല. കാരൻ പേപ്പ് എന്ന് പറഞ്ഞ്, KAREN പിന്നെ പേപ്പ് PAPE എന്ന് പറഞ്ഞ് ഒരു ഫിസിക്കൽ തെറപ്പിസ്റ്റ് ഉണ്ടായിരുന്നു. ഫിസിക്കൽ തെറപ്പിസ്റ്റ് എന്ന് വെച്ചാൽ ഫിസിയോതെറപ്പിസ്റ്റ്. നമ്മൾ ഫിസിയോതെറപ്പിസ്റ്റ് എന്ന് പറയുന്നവർ തന്നെ ഫിസിക്കൽ തെറപ്പിസ്റ്റ്. ഇവര് ഓസ്ട്രേലിയൻ്റെ ഒരു സ്ത്രീയാണ് അവർ, കാരൻ പേപ്പ്. അപ്പോൾ ആ കാരൻ പേപ്പ് അവരൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ദ ബോയ് ഹൂ കുഡ് റൺ ബട്ട് നോട്ട് വാക്ക്. ബോയ് ഹൂ കുഡ് നോട്ട് റൺ ബട്ട് ഹൂ കുഡ് റൺ ബട്ട് നോട്ട് വാക്ക്, അതാണ്. അപ്പൊ ഈ കാരൻ പേപ്പ് എന്താണ് അവര് ചെയ്തത്? അവര് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞ ഒരു വിഭാഗമുണ്ട്. അതിൻ്റെ പല കാര്യങ്ങൾ അവർ
കണ്ടെത്തി, കുറേ പഠനങ്ങളൊക്കെ നടത്തി. അവർ പിന്നെ ക്യാൻസർ വന്ന് മരിച്ചു. അപ്പം എന്താണ് ഇത് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ? നമ്മുടെ ശരീരത്തിൽ എല്ലാ അവയവങ്ങളും കുറച്ച് കഴിയുമ്പോൾ അത് വളർച്ച നിർത്തി അവർ ശരിക്കും ക്ഷയിക്കുകയാണ് ചെയ്യുന്നത്. ക്ഷയിക്കുക എന്ന് വെച്ചാൽ അത് ഡികേ ആകുന്നു. അതാണ്. പക്ഷേ നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും അങ്ങനെയാണ് എന്നാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ കുറച്ച് ദശകങ്ങൾക്ക് മുമ്പ് തലച്ചോറ് അങ്ങനെയല്ല എന്നുള്ളത് കണ്ടെത്തി. തലച്ചോറ് എങ്ങനെയാണ്? മരിക്കുന്നവരെയും തലച്ചോറ് വളർന്നുകൊണ്ടിരിക്കുന്നു. അതാണ് കണ്ടെത്തൽ. മരിക്കുന്നവരെ വളർന്നുകൊണ്ടിരിക്കുന്നു. അത്ര വലിയൊരു അത്ഭുതമാണ്. ശരിക്കും എൻ്റെ ഗുരു ശ്രീമദ് സ്വാമി രംഗനാഥാനന്ദജി മഹാരാജ്, സ്വാമിജി എപ്പോഴും ന്യൂറോ സയൻസ് വായിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ മഠത്തിൽ ചേർന്ന് ഒരു 1.5 വർഷം കഴിഞ്ഞ് തന്നെ സ്വാമിജി ഇംഗ്ലീഷിൽ എഴുതിയ ഒരു പുസ്തകം ന്യൂറോളജി ആൻഡ് വാട്ട് ലൈസ് ബിയോണ്ട്, അത് യഥാർത്ഥത്തിൽ ഓൾ ഇന്ത്യ ന്യൂറോളജിക്കൽ കോൺഫറൻസ് നടന്നു 1975 ഹൈദരാബാദിൽ. അതിൽ സ്വാമിജി ആയിരുന്നു ചെയർപേഴ്സൺ. അപ്പോൾ അവിടെ സ്വാമിജി കൊടുത്ത പ്രഭാഷണത്തിൻ്റെ ബുക്കാണത്. അപ്പോൾ അത് ആദ്യം എനിക്കൊരു അത്ഭുതം തോന്നി, സ്വാമിജിനെ എങ്ങനെ ചെയർപേഴ്സണായിട്ട് ഓൾ ഇന്ത്യ ന്യൂറോളജിക്കൽ കൗൺസിൽ, ഇതിനൊരു ബന്ധമില്ലല്ലോ എന്ന്. അപ്പം അത് വായിച്ചപ്പോഴാണ് മനസ്സിലായത് സ്വാമിജിനെ അത്ര അധികം ആഴത്തിൽ ഗഹന തലത്തിൽ ഈ ന്യൂറോ സയൻസിനെ കുറിച്ച് അറിയാമായിരുന്നു. പിന്നെ 94-95 വയസ്സിൽ സ്വാമിജി ന്യൂറോ സയൻസിനെ കുറിച്ചുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് ഒരു ഡോക്ടർ, അതായത് പൂർവാശ്രമത്തിൽ MBBS പഠിച്ച വേറൊരു സ്വാമിജിന്റെ സഹായത്തോട് വായിച്ചുകൊണ്ടിരുന്നു. ഇതൊന്നും വായിക്കണം എന്നൊന്നും ആവശ്യമില്ല. ആ പ്രായത്തിൽ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ബേലൂർ മഠത്തിൽ ഞാൻ കണ്ടതാ. ഏതായാലും അപ്പോ ആ ന്യൂറോ സയൻസ് ആത്മീയതയോട് അതിന് വളരെയധികം ബന്ധമുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് രംഗനാഥാൻജി മഹാരാജിൻ്റെ പ്രഭാഷണങ്ങൾ വഴിയാണ്. അപ്പോൾ അന്ന് തൊട്ട് ഞാനും എനിക്ക് ന്യൂറോ സയൻസ് വെച്ചാൽ അത്ര താല്പര്യമാണ്. അപ്പോൾ ഈ ന്യൂറോ സയൻസ്, അപ്പോൾ നമുക്ക് ആലോചിച്ച് നോക്കൂ, പലതും നമ്മൾ ആത്മീയ നേട്ടം അല്ലെങ്കിൽ ആത്മീയ സാധനയിലൂടെ ലഭിച്ചതാണെന്ന് വിചാരിക്കുന്നത് ശരിക്കും തലച്ചോറിന്റെ കഴിവ് കൊണ്ടോ അല്ലെങ്കിൽ തലച്ചോറിന്റെ വൈകല്യം കൊണ്ടോ കിട്ടുന്നതാണ്. അപ്പോൾ ഈ കാരൻ പേപ്പ് എന്ത് ചെയ്തു? അവരുടെ അടുത്ത് ഒരു രോഗി വന്നു, ഒരു ചെറിയ പയ്യൻ, ചെറിയ കുട്ടി, ഒരു ബോയ്. അവര് പ്രധാനമായിട്ടും അവരുടെ പ്രവർത്തനം, അവരുടെ പഠനം ഒക്കെ എല്ലാം ചെറിയ കുട്ടികളുടെ ചികിത്സനെ കുറിച്ചായിരുന്നു. അപ്പൊ ഏതായാലും ഒരു പയ്യൻ വന്നു, ചെറിയ പയ്യൻ വന്നു. അപ്പൊ ആ പയ്യൻ ഒരു അപകടത്തില് ആ പയ്യന്റെ ഈ എന്നെന്താ പറയുന്നത്, ആങ്കിൾ അല്ല, എന്നെന്താ, അതായത് നമ്മുടെ ഈ കാലിന്റെ പാദത്തിന്റെ തൊട്ട് പുറക് ഹീലിന്റെ മുകളില് ഒരു സ്ഥലം ഉണ്ടാവും, അവിടെ നെർവൊക്കെ ഉണ്ടാവും, അവിടെ നല്ല പരിക്കുണ്ടായി. അപ്പോൾ ഈ പയ്യൻ നടക്കുമ്പോൾ നല്ല വേദനയാവുന്നുണ്ട്, നടക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്തു? കുറേ എക്സസൈസ് ഒക്കെ ചെയ്യിപ്പിച്ചു. പിന്നെ വേറെ ഡോക്ടർമാർ, സർജൻ, അവർ അത് സർജറി ഒക്കെ ചെയ്തു. അങ്ങനെ സർജറി ചെയ്തു, പിന്നെ എക്സസൈസ് ഒക്കെ ചെയ്തു. അപ്പോൾ ഈ കുട്ടിക്ക് ഇത് ശരിയായി. പക്ഷെ നടക്കാൻ പറഞ്ഞ കുട്ടി നടക്കില്ല. കാരണം ആദ്യം ആ അപകടം ഉണ്ടായപ്പോൾ നടക്കാൻ പറ്റാത്ത അത്രയ്ക്കും വേദന ഉണ്ടായിരുന്നില്ല, അത് മനസ്സിലുണ്ട്. പക്ഷെ പറയൂ, നീ ഓടും എന്ന് പറഞ്ഞാൽ ഓടും നല്ലോണം. അപ്പോ അതൊരിക്കലും അബദ്ധമാണല്ലോ. നടക്കാൻ പറ്റാത്ത ഒരാൾക്ക് ഓടാൻ പറ്റില്ലല്ലോ. അപ്പൊ ഓടും. കാരണം ഓടുമ്പോ ഒന്നും പ്രശ്നമില്ല. കാരണം ആ അപകടം നടന്നപ്പോ ഓടിയൊന്നും നോക്കിയിട്ടില്ല, നടക്കുമ്പോഴായിരുന്നു പ്രശ്നം. അപ്പോൾ അതെങ്ങനെ മനസ്സിലായപ്പോൾ അപ്പോഴാണ് ഈ കരൻ പേപ്പ് അവർക്ക് പല രീതിയിലും തലച്ചോറിന്റെ എക്സസൈസ് കൊടുത്ത്, ബ്രെയിൻ എക്സസൈസ് കൊടുത്ത്, അല്ല നിനക്ക് ഈ കാലിൽ ഒന്നും സംഭവിച്ചിട്ടില്ല, അതൊക്കെ സംഭവിച്ചിരുന്നു, അതൊക്കെ നന്നായി എന്ന് പറഞ്ഞ് അവസാനം ആ കുട്ടീനെ നടപ്പിച്ചു. അപ്പൊ ഇവിടെയും നമുക്ക് വേണ്ടത് ന്യൂറോപ്ലാസ്റ്റിസിറ്റിയാണ്. അതായത് ഞാൻ ഈ ശരീരമാണ്, മനസ്സാണ്, പ്രാണനാണെന്നൊക്കെ വിചാരിച്ചു കൊണ്ടതാണ് നമുക്ക് ഈ പ്രശ്നങ്ങള്. അത് അല്ല എന്ന് നമ്മൾ വീണ്ടും ആവർത്തിച്ച് നമുക്ക് തന്നെ പറഞ്ഞു കൊടുത്താൽ എന്താവും? പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് മനസ്സിലായി ഇതൊന്നും അല്ല എന്ന്. അത്രേ ഉള്ളൂ. പലരും വിചാരിക്കുന്നു അങ്ങനെ ഭഗവാൻ വരും. ഇത് ഒരുപാട് സിനിമ കാണുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ഭഗവാൻ വരും, ഇങ്ങനെ ടിമിങ് വരും, പിന്നെ സൗണ്ടൊക്കെ ഉണ്ടാവും, ലൈറ്റ് എഫക്റ്റ് ഒക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ആവണമെന്നില്ല. അത് സിനിമയിലുണ്ടാവും. സിനിമയിലൊക്കെ നല്ല, ഇപ്പോൾ രജനീകാന്തിന്റെ ഒരു സിനിമ പുതിയത് വരുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ഇങ്ങനെ ടടാന്ന് വരും, അല്ല രജനീകാന്ത് ഇങ്ങനെ കാല് വെക്കുമ്പോൾ തന്നെ ഇങ്ങനെ
അല്ലെ, പൊടിയൊക്കെ പോവും, അതൊക്കെ നടക്കും. പക്ഷെ ജ്ഞാനത്തിന് അങ്ങനെ ആവണമെന്നൊന്നുമില്ല. ഭഗവാന് കാളി ദർശനം കിട്ടുമ്പോൾ അങ്ങനെ വെട്ടമൊക്കെ ഉണ്ടായിരുന്നു, ഇതൊക്കെ വായിച്ച് നമ്മൾ എന്തോ സങ്കല്പിക്കുന്നു എന്തോ ഒക്കെ ഉണ്ടാവുമെന്ന്. അത് ചിലപ്പോൾ നമ്മുടെ LED ട്യൂബ് കൊണ്ടായിരിക്കും, പക്ഷെ അല്ലാതെ ഉണ്ടാവില്ല. അപ്പൊ എന്താണ് ഉണ്ടാവുമെന്ന്? ധാരണകൾ മാറും. നമ്മള് തെറ്റിദ്ധാരണകൾ നമ്മുടെ അത് മാറും. അവയൊക്കെ മാറണം, തെറ്റിദ്ധാരണകളൊക്കെ മാറണം, അത് മാറും. ശരിക്കുമുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. അതാണ് യഥാർത്ഥത്തിൽ ആത്മീയ അനുഭൂതി. അതാണ് യഥാർത്ഥത്തിൽ ആത്മീയ അനുഭൂതി. അപ്പോ അത് മനസ്സിലാക്കണമെങ്കിൽ ഈ ഭഗവത്ഗീത മൊത്തം വായിച്ചു നോക്കൂ, ആദ്യം തൊട്ട് അവസാനം വരെ. ശരിക്കും ഈ പറയുന്നില്ലേ, എന്താണ് ഭഗവാൻ രാമകൃഷ്ണദേവൻ പറയുന്നില്ലേ, ഭഗവത്ഗീത വായിച്ചു നോക്കി എന്താ? ഗീത 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 എന്ന് പറഞ്ഞാൽ താഗി എന്നാണ്. അതെന്താണ്? അനാസക്തി. അനാസക്തിയാണ്. ഭഗവത്ഗീത മുഴുവൻ വായിച്ചാലും ഒരൊറ്റ വർത്തമാനമേ അവിടെ നമുക്ക് കിട്ടുന്നുള്ളൂ. നിങ്ങൾ സന്യാസം എടുക്കണം അങ്ങനെ പറയുന്നില്ലല്ലോ, നിങ്ങൾ കുടുംബം ഉപേക്ഷിക്കണം അങ്ങനെ പറയുന്നില്ലല്ലോ. പിന്നെ ഇപ്പൊ ചില ആൾക്കാരൊക്കെ ഉണ്ട്, മിടുക്കന്മാര്, അവരെന്താ ഭഗവത്ഗീതയിൽ വെജിറ്റേറിയൻ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് ഭഗവത്ഗീത വായിക്കുന്നത്, അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. വെളുത്തുള്ളി കഴിക്കാൻ പാടില്ല അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. താമസിക ഭോജനം എന്താണ്, സാത്വിക ഭോജനം എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ എവിടെയും ഉള്ളി വെളുത്തുള്ളി ഇതൊക്കെയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ നല്ലോണം വായിക്കണം. അപ്പോ ഏതായാലും ഇതൊന്നും വസ്ത്രധാരണ രീതി പറഞ്ഞിട്ടില്ല, ഇവിടെ താമസിക്കണം അവിടെ താമസിക്കാൻ പാടില്ല, അതൊന്നും പറഞ്ഞിട്ടില്ല. എന്താ പറഞ്ഞിരിക്കുന്നത്? അനാസക്തി. അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ ഞാൻ തന്നെ പറയുന്നത്, കർമാണി നലിംപന്തി കർമ്മഫലേ സ്പൃഹാന. തീർന്നില്ലേ? അതായത് കർമ്മങ്ങളൊന്നും എന്നെ സ്പർശിക്കുന്നില്ല, കർമ്മഫലങ്ങളും എന്നെ സ്പർശിക്കുന്നില്ല. അതായത് ഞാൻ കർത്താവാണെന്ന് ബോധം ഇല്ല, ഞാൻ ഭോക്താവാണെന്ന ബോധം ഇല്ല. അപ്പൊ അങ്ങനെ രണ്ടുമില്ലെങ്കിൽ രണ്ടുമാണ് പ്രശ്നത്തിന്റെ കാരണം. അത് രണ്ടും ഇല്ലാതാകുന്നു. ഇത് റേസ് ദ ഹാൻഡ് ശരിക്കും ചോദ്യത്തിനാണോ? രാജേന്ദ്രൻ ജി അല്ലെ, ശരിക്കും ചോദ്യമാണോ അറിയാതെ ക്ലിക്കായി പോയതാണോ? കേൾക്കുന്നുണ്ടോ രാജേന്ദ്രൻ ജി? എന്താ പറ്റി? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ മറ്റേ തലച്ചോറ് വളരുന്ന പറയണ്ടേ, അപ്പൊ ഈ പ്രായമാകുമ്പോ എന്താ ഇങ്ങനെ മറവിയൊക്കെ വരണില്ലേ? നല്ല ചോദ്യം. തലച്ചോറ് വളരുന്നു, അതായത് നമ്മൾ വിചാരിക്കുന്നില്ല. അതായത് എന്താന്ന് പറയുന്ന, ഇറ്റ് ക്യാൻ ബി ചേഞ്ച് ആവുന്നുണ്ട്. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല. നമ്മളിപ്പോ മെമ്മറിന്റെ സെൽസ് ആണ്, കാരണം അത് ഒരുപാട് യൂസ് ചെയ്യുന്നതിനേക്കാളും ഉപരി ഈ ടെൻഷൻ ആകുന്നത് കൊണ്ടും ഒരുതരം ആസിഡ് അവിടെ വരുന്നുണ്ട്. അതാണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ. ഒരുതരം അതുകൊണ്ട് അവരെന്ത് പറയും, എന്തെങ്കിലും നിങ്ങൾ മറന്നുപോയാൽ അപ്പൊ തന്നെ അത് ഓർത്തെടുക്കാൻ ശ്രമിക്കണ്ട എന്ന് പറയും. അത് പറയുന്നത് മാത്രമല്ല, നമുക്ക് അനുഭവം ഉണ്ട്. നമ്മൾ വെറുതെ വിട്ടാൽ അപ്പൊ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരും. കാരണം ഇത് നമ്മൾ ഒരുപാട് ഇങ്ങനെ ഓർത്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഒരു ആസിഡ് ഫോമായി ആ ബ്രെയിൻ സെൽസിനെ കവർ ചെയ്യും. അപ്പൊ അതിന് പ്രവർത്തിക്കാൻ പറ്റില്ല. ഇത് മെമ്മറിയുടെ പ്രശ്നം. പക്ഷേ വാർദ്ധക്യമാവുമ്പോൾ ചില ആൾക്കാർ വിചാരിച്ചാൽ, അവര് യഥാർത്ഥത്തിൽ ഈ നൃത്തമൊക്കെ ചെയ്യുന്ന വ്യക്തികളൊക്കെ അല്ലേ, അവർക്ക് ആ പ്രായത്തിൽ പൊതുവെ ഇല്ലാത്ത ഒരു ഫ്ലെക്സിബിലിറ്റി ഒക്കെ അവർക്ക് കിട്ടും. അതെന്താ വെച്ചാൽ ബ്രെയിൻ കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മുടെ നൃത്തശാസ്ത്രത്തിലും പല തത്വശാസ്ത്രം, അത് ശരിക്കും ഒരു തത്വശാസ്ത്രമാണ് ഈ നാട്യശാസ്ത്രത്തിലാണ് നൃത്തം ഉള്ളത്. അപ്പൊ അതിൽ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മുദ്ര എന്നൊക്കെ പറയുന്നില്ലേ, ഇപ്പൊ ആൾക്കാരൊക്കെ കണ്ടെത്തി, ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ ബ്ലഡ് പ്രഷർ കുറയാവുന്ന, അത് ശരിക്കും ഉള്ളതുമാണ്. പക്ഷെ അതിന്റെ കായിക ഇത് മാത്രമല്ല, മാനസിക തലത്തിലും ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. അപ്പൊ നമ്മുടെ അവസാനം നിമിഷം വരെ നമുക്ക് തലച്ചോറിനെ മാറ്റിയെടുക്കാൻ പറ്റും. അതാണ് ഇവിടെ വളരുന്നു എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് അഡാപ്റ്റബിൾ. അതിനെ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈവൻ മെമ്മറിയും മാറ്റിയെടുക്കാൻ പറ്റും. അത് ഇപ്പൊ അൽസൈമേഴ്സിന് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാവുന്നെന്ന് ഇതുവരെയും അവര് കണ്ടെത്തിയിട്ടില്ല. ഒരു 2 ആൾക്കാർക്ക് അവർക്ക് നോബൽ പ്രൈസ് കിട്ടി. അവരൊന്ന് കണ്ടെത്തി എന്താന്ന് വെച്ചാൽ, പല്ലിലുള്ള ചില കാര്യങ്ങളാണ് ശരിക്കും ഈ തലച്ചോറിനെ, അവിടുന്ന് പോകുന്ന ഒരു നരമ്പാണ് തലച്ചോറിനെ ബാധിച്ച് അത് അൽസൈമേഴ്സിന് ഒരു കാരണമാണ്. പക്ഷെ അത് ആണ് മൊത്തത്തിൽ അത് തന്നെയാണ് കാരണം എന്ന് കണ്ടെത്തിയിട്ടില്ല.
അപ്പൊ അതുകൊണ്ട് പക്ഷേ ഈ അൽസൈമർസ് ഉള്ള ആൾക്കാര് ഈ മറവി ഇതൊക്കെ വരുന്ന മുമ്പ് തൊട്ട് തന്നെ കുറച്ച് ഇതുപോലത്തെ തലച്ചോറിന് ജോലി കൊടുക്കുന്ന അല്ലെങ്കിൽ തലച്ചോറ് പ്രവർത്തിപ്പിക്കുന്ന ഇത് ചെസ് അല്ലെങ്കിൽ എന്താ പറയുന്ന ഈ സുഡോക്കു അങ്ങനത്തെ അല്ലെങ്കിൽ ഒരുപാട് വായിക്കുന്നത്, അറിയാത്ത കാര്യങ്ങൾ, പുതിയ ഭാഷ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നതെന്ന് വെച്ചാൽ പുതിയ ഭാഷ പഠിക്കുന്നതാണ് അത്ര ഏറ്റവും അധികം തലച്ചോറിന് എക്സസൈസ്. അപ്പൊ അത് ചെയ്താൽ ഇതിൻ്റെ സാധ്യത കുറവാകും എന്നാണ്. അതായത് ഈ ഡിമെൻഷ്യ, മറവി, പിന്നെ അൽസൈമേഴ്സ് വല്ലാത്തൊരു രോഗമാണ്. അതൊക്കെ എല്ലാം അതിൻ്റെ സാധ്യത, അതിൻ്റെ പോസിബിലിറ്റി കുറവാകുമെന്ന് പറയുന്നത്. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞത് ഈ ബ്രെയിൻ അവസാനം വരെയും അതിനെ മാറ്റിയെടുക്കാൻ പറ്റും. അതാണ് ഒരു അത്ഭുത കാര്യം. ഈ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ, പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ബ്രെയിൻ ക്യാൻ ബി ചേഞ്ച്ഡ്, അവസാന നിമിഷം വരെയും ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് അവസാന നിമിഷം ഭഗവത്ഗീതയിൽ 8-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ, അവസാന നിമിഷം നിങ്ങൾ എന്താണോ ആലോചിക്കുന്നത്, അപ്പൊ അവസാന നിമിഷം വരെയും നിങ്ങളുടെ ചിന്ത നിങ്ങളെ സ്വാധീനിക്കുന്നു എന്നല്ല അതിന്റെ അർത്ഥം. ശരിക്കും പറഞ്ഞാൽ ഈ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി അവിടെ തന്നെ അവർ കണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവസാന നിമിഷം വരെ, അല്ലെങ്കിൽ ആൾക്കാരൊക്കെ അഥർവരായി ഇങ്ങനെ മരിക്കുന്നു എന്ന് അല്ലേ പറയേണ്ടത്, പക്ഷെ അങ്ങനെയല്ലല്ലോ പറയുന്നത് അവിടെ. അവസാന നിമിഷം അന്തക്കാലെ എന്താണോ നിങ്ങൾ ചിന്തിക്കുന്നത് അതിന്റെ സ്വാധീനം. ഇപ്പൊ ജഡഭരതരുടെ ഒക്കെ കഥയിൽ നമ്മൾ അതാണല്ലോ കാണുന്നത്. അപ്പോ അവസാന നിമിഷം വരെ ഇത് ചിന്തിച്ചാൽ മതി. ആത്മീയ ജീവിതത്തിൽ വളരെ എളുപ്പമാണ്. വകതിരിവ് എവിടെയും യഥാർത്ഥത്തിലില്ല. ഞാൻ കാണുന്നു, എന്ത് കാണുന്നു? മൈക്ക്, പിന്നെ ലാപ്ടോപ്പ്, ലൈറ്റ്, ഇതിനെയൊക്കെ എന്നിൽ നിന്ന് വ്യത്യസ്തമായി, എന്നിൽ നിന്ന് ഭിന്നമായി ഞാൻ കാണുന്നു. പക്ഷെ അത് എൻ്റെ തെറ്റിദ്ധാരണയാണ്. യഥാർത്ഥത്തിൽ ഇതൊന്നും ഭിന്നമല്ല. ഞാൻ ഒന്നാണ്, രണ്ടല്ലാത്ത ഒന്നാണ്. അദ്വിതീയം, ഏകമേവ അദ്വിതീയം എന്നുള്ളത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞാൽ അതിനേക്കാളും വലിയ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ഒന്നുമില്ല. അതാണ്. അപ്പൊ ഇത് ശരിക്കും നമുക്ക് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ചെയ്യണം. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഈ ഭഗവത്ഗീത എല്ലാവരുടെയും പറയുന്ന ധ്യാനത്തിന്റെ അധ്യായം തുടങ്ങുമ്പോൾ, അതാണ് ഞാൻ എപ്പോഴും അത്ഭുതപ്പെടുന്നത്. ധ്യാനത്തിന്റെ അധ്യായം, 2 അധ്യായം കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന അധ്യായം 6-ാമത്തെ അധ്യായം, അത് തുടങ്ങുമ്പോൾ ആദ്യത്തെ ശ്ലോകം എന്താണ്? ധ്യാനത്തിനെ കുറിച്ചല്ല പറയുന്നത്. അനാശ്രിത കർമ്മഫലം, കാര്യം കർമ്മ കരോതി യഃ സ സന്യാസി സ യോഗി ച ന നിരഗ്നി ന ച അക്രിയഃ. അതായത് അനാശ്രിത കർമ്മഫലം, കർമ്മഫലത്തിനെ ആശ്രയിക്കാതെ, കർമ്മഫലത്തിനെ കുറിച്ച് ചിന്തിക്കാതെ, കാര്യം കർമ്മ കരോതി യഃ ആരാണോ ചെയ്യേണ്ടത് ചെയ്യുന്നത്, അതായത് അവരെ സ്വധർമ്മം അനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നത്, ആ വ്യക്തിയാണ് യഥാർത്ഥ സന്യാസി. ആ വ്യക്തിയാണ് യഥാർത്ഥ യോഗി എന്ന് വെച്ചാൽ കർമ്മയോഗി. ന ച നിരഗ്നിഹി. അപ്പൊ നിരഗ്നിഹി എന്ന് വെച്ചാൽ സന്യാസം സ്വീകരിക്കുമ്പോൾ അഗ്നിയിലൂടെ ഒരു കർമ്മവും ചെയ്യില്ല എന്ന് ഉപേക്ഷിക്കുന്നു അഗ്നിനെ. അതാണ് നിരഗ്നിഹി. അപ്പൊ ഔപചാരികമായി സന്യാസം സ്വീകരിക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്നു. അപ്പൊ അതല്ല യഥാർത്ഥ സന്യാസി. അതുപോലെ നച അക്രിയഃ, ഒന്നും ജോലി ചെയ്യാതിരിക്കുന്ന, പ്രവർത്തിക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരും യഥാർത്ഥ കർമ്മയോഗി അല്ല. അപ്പൊ ആരാണ് കർമ്മയോഗി, ആരാണ് സന്യാസി? കാര്യം കർമ്മ യഃ കരോതി അനാശ്രിത കർമ്മഫലം. കർമ്മഫലത്തിനെ കുറിച്ച് ചിന്തിക്കാതെ, ആശ്രയിക്കാതെ, ആരാണോ എന്താണോ ചെയ്യേണ്ടത് അവരുടെ സ്വധർമ്മം അനുസരിച്ച്, അധ്യാപകനാണെങ്കിൽ മര്യാദയ്ക്ക് ക്ലാസ് എടുക്കണം, അത് ആരാണോ ചെയ്യുന്നത് അവരാണ് യഥാർത്ഥത്തിൽ സന്യാസി, യഥാർത്ഥത്തിൽ യോഗി എന്ന് പറയുന്നത്. അത് തന്നെയാണ് എല്ലാവരുടെയും പറയുന്നത്. അപ്പൊ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ധ്യാനിക്കാൻ ഇരുന്നാൽ ധ്യാനിക്കാൻ പറ്റില്ല. ആസക്തി ഉള്ളപ്പോ എന്താവും? എന്തിനെ കുറിച്ചാണോ നിങ്ങൾക്ക് ആസക്തി, ആ ചിന്തകൾ വരും. അയ്യോ ഇന്നിപ്പോ ബാങ്കിൽ പോണ്ടേ എന്ന് ചോദിക്കും. ബാങ്കിൽ പോണല്ലോ. അയ്യോ പെൻഷന്റെ ഇത് എന്താ, ലൈഫ് സർട്ടിഫിക്കറ്റ് കൊടുക്കണ്ടേ, അപ്പൊ ഇന്ന് അത് ചെയ്യണ്ടേ, ആ ഇൻഷുറൻസ് റിന്യൂ ചെയ്തില്ല. ഇതൊക്കെ അല്ല, ഈ ചിന്തകളൊക്കെ വരും. പിന്നെ മ്യൂച്വൽ ഫണ്ടിന്റെ ചിന്ത വരും, എല്ലാം വരും. അതെന്തുകൊണ്ട് വരും? കാരണം ഇതില് ആസക്തരായിരിക്കുന്ന കൊണ്ട്. ആഗ്രഹങ്ങൾ ഇല്ലാതിരുന്നാൽ മാത്രമേ ധ്യാനിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ധ്യാനയോഗത്തിന്റെ ആദ്യത്തെ ശ്ലോകം ഇങ്ങനെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇത് വർണ്ണവ്യവസ്ഥ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അജ്ഞാനം കൊണ്ടുണ്ടാവുന്നതാണ്. അജ്ഞാനം കൊണ്ടുണ്ടാവുന്നത് കൊണ്ട് അജ്ഞാനം
ഇപ്പൊ കയറുണ്ടായിരുന്നാലല്ലേ പാമ്പ് അവിടെ കാണുള്ളൂ, ഒന്നുമില്ലെങ്കിൽ കാണില്ലല്ലോ. അതുകൊണ്ട് പരമതത്വം ഉള്ളത് കൊണ്ടാണ് അജ്ഞാനം കാണുന്നത്. അങ്ങനെ ഭഗവാൻ അതിന്റെ സൃഷ്ടാവാണ്. അതായത് എങ്ങനെയാണോ പാമ്പിന്റെ സൃഷ്ടാവ് കയറ്, ശരിക്കും ഒന്നും സൃഷ്ടിക്കുന്നില്ല, പക്ഷെ കയറില്ലെങ്കിൽ പാമ്പ് ഉണ്ടാവില്ലല്ലോ. അതേപോലെ ഈ ലോകം ആശ്രയിച്ചിരിക്കുന്നത് ഭഗവാനെയാണ്, പരമതത്വം അല്ലെങ്കിൽ ബ്രഹ്മനെയാണ്. അങ്ങനെയാണ് പറയുന്നത് ഞാനാണ് തസ്യ കർത്താരം അഹം. അത് ഞാൻ കർത്താരം, ഞാനാണ് അത് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ആ അർത്ഥത്തിൽ. പക്ഷെ യഥാർത്ഥത്തിൽ അതില്ല. അപ്പോൾ വൈവിധ്യമുണ്ടെങ്കിൽ വൈവിധ്യമുണ്ടാവും, പക്ഷെ യഥാർത്ഥത്തിൽ അത് ഞാനല്ല ചെയ്യുന്നത്. പ്രവർത്തിച്ചാൽ അതിന് ഫലമുണ്ടാവും, പക്ഷെ ആ പ്രവർത്തനത്തിന്റെ ഫലം ആ പ്രവർത്തിക്കുന്ന വ്യക്തിയും നിങ്ങളല്ല പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഫലം കിട്ടില്ല. അതേപോലെ തന്നെ നിങ്ങളല്ല പ്രവർത്തിക്കുന്നത്. അത് ഈ മായ, മമ മായ ദുരത്യയ, എൻ്റെ മായ മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം ഒരിക്കലും ഇല്ലാത്ത ഒന്നിനെ മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. ഇല്ലാത്ത ഒന്നിനെ ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് തീരെ പറയില്ലേ, ഒരു മുയലിന് കൊമ്പ് പോലെ ശശശൃംഗ, അല്ലെങ്കിൽ ആകാശകുസുമം, ആകാശത്തില് പൂ പോലെ, അങ്ങനെ തീരെ അലീക്ക എന്ന് പറയും. അതായത് ഒരിക്കലും ഉണ്ടാവാത്തതല്ല, എല്ലാവരെയും അനുഭവമാണ്, എങ്കിലും അത് തെറ്റാണ്, അത് ഇല്ലാത്തതാണ്, നശ്വരമാണ്, ശാശ്വതമല്ലാത്തതാണ്. അപ്പൊ അങ്ങനെ ശാശ്വതമല്ലാത്തത് ഒന്നിനെ ആർക്കും ശരിക്കും എപ്പോഴും അനുഭവിക്കാൻ പറ്റില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ആർക്കും അതിന്റെ ഫലം കിട്ടില്ല. പക്ഷെ നമ്മൾ എന്താ വിചാരിക്കുന്നത്, കിട്ടും. അപ്പോൾ ശാശ്വതമല്ലാത്ത ഒന്നിനെ നമ്മൾ തെരഞ്ഞു പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ദുഃഖം കിട്ടും. കാരണം അത് കിട്ടില്ലല്ലോ, അതില്ലാത്ത. അതുകൊണ്ട് വിവേകാനന്ദ സ്വാമികൾ ഒരു സ്ഥലത്ത് വളരെ നന്നായി പറയുന്നു, ഒരു കവിതയിൽ, ഡ്രീം ബട്ട് ട്രൂവർ ഡ്രീംസ്. എന്താണ്? സ്വപ്നം കാണണം, പക്ഷെ എങ്ങനത്തെ സ്വപ്നം കാണണം? യഥാർത്ഥത്തിലുള്ള സ്വപ്നം കാണണം. അടിപൊളി കവിതയാണത്. ആ കവിത ഡ്രീം ബട്ട് ട്രൂവർ ഡ്രീംസ്. അപ്പോ അത് അങ്ങനെയാണ്, നമ്മള് സ്വപ്നം കാണുന്നു. ഇത് സ്വാമിജി പറഞ്ഞില്ലേ, ഞാൻ ഡീഹിപ്നോട്ടൈസ് ചെയ്യുന്നു നിങ്ങളെ, ഞാൻ ഡീഹിപ്നോട്ടൈസ് ചെയ്യുന്നു. അപ്പോ ഒരു മാസം, ഇത് എപ്പോഴാണ് എഴുതുന്ന ഈ കവിത? ടു ദി അവേക്കൻഡ് ഇന്ത്യ എന്നുള്ള കവിതയിലാണ് സ്വാമിജി ഈ കാര്യം പറയുന്നത്. അത് എങ്ങനെയാണ് എഴുതിയത്? 1896 1896 ജൂലൈ, അപ്പോഴാണ് പ്രബുദ്ധ ഭാരത ഓർ അവേക്കൻഡ് ഇന്ത്യ എന്നുള്ള മാസിക തുടങ്ങുന്നത്. അതിന് പേര് കൊടുത്തതും സ്വാമിജി തന്നെയാണ്. ചെന്നൈയിലുള്ള അലസിംഗ പെരുമാളും മറ്റ് ശിഷ്യന്മാരും തുടങ്ങിയതാണ്. ആദ്യത്തെ പത്രാധിപൻ രാജമയ്യരായിരുന്നു. വളരെ പ്രതിഭയുള്ള, അത്രയും ചെറുപ്പത്തിൽ തന്നെ അത്രയും ബുദ്ധിയുള്ള വ്യക്തിയായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം അന്തരിച്ചു. അപ്പോ 1898 ഓഗസ്റ്റ് മാസം ആ പത്രത്തിന്റെ ആ മാസം അത് പുറത്തു വന്നില്ല, അത് പ്രസിദ്ധീകരിച്ചില്ല. ഒരു മാസം പ്രബുദ്ധ ഭാരത ഇല്ല, ഒരു മാസം മാത്രമേ ഇല്ല അതിന്. അപ്പോ അത് പിന്നെ അൽമോറയിലേക്ക് മാറ്റി. അൽമോറയില് സ്വരൂപാനന്ദ, സ്വാമിജിയുടെ തന്നെ ശിഷ്യനായ സ്വാമി സ്വരൂപാനന്ദ അതിന്റെ പത്രാധിപനായി. അപ്പൊ അതിന് ഒരു പുനരുദ്ധാരണം അല്ലെങ്കിൽ പുനർജീവനം കൊടുക്കുന്ന രീതിയിലാണ് സ്വാമിജി ഈ കവിത എഴുതുന്നത്, ടു ദി അവേക്കൻഡ് ഇന്ത്യ. അത് പ്രബുദ്ധ ഭാരതത്തേക്ക് വേണ്ടിയിട്ട് എഴുതുന്നതാണ്. വൺസ് മോർ അവേക്ക് എന്നൊക്കെ അങ്ങനെയാണ് തുടങ്ങുന്നത്. അപ്പൊ അവിടെയാണ് സ്വാമിജി ഈ കാര്യം പറയുന്നത്. എന്താണ്? ഡ്രീം ബട്ട് ട്രൂവർ ഡ്രീംസ്, ദ ട്രൂത്ത് ബി വൺ വിത്ത് ഇറ്റ്, ലെറ്റ് വിഷൻ സീസ്, ഓർ ഇഫ് യു കനോട്ട് ഡ്രീം ബട്ട് ട്രൂവർ ഡ്രീംസ്. അതായത് എന്താണോ പരമതത്വം അതിനോട് ഐക്യം പുലർത്തുക, ബി വൺ വിത്ത് ഇറ്റ്, ലെറ്റ് വിഷൻ സീസ്. ആവശ്യമില്ലാത്ത ഈ സ്വപ്നങ്ങളൊക്കെ മറഞ്ഞു പോട്ടെ, അതൊക്കെ നിൽക്കട്ടെ. അങ്ങനെ പറ്റിയില്ലെങ്കിൽ, അതായത് സ്വപ്നം തീരെ ഒഴിവാക്കാൻ പറ്റിയില്ലെങ്കിൽ, ഓർ ഇഫ് യു കനോട്ട്, അങ്ങനെ സ്വപ്നം, ഈ വിഷൻസും സ്വപ്നവും ഒക്കെ ഒഴിവാക്കാൻ പറ്റില്ലെങ്കിൽ, ഡ്രീം, സ്വപ്നം കണ്ടോളൂ, ബട്ട് ട്രൂവർ ഡ്രീംസ്, യഥാർത്ഥ സത്യം എന്താണോ. ഇപ്പോ
ഈ ശരീരം, മനസ്സ്, പ്രാണൻ എന്നുള്ള ഈ കുടുക്കിൽ കുടുങ്ങിയിരിക്കുന്ന വ്യക്തികളൊക്കെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അഹം ബ്രഹ്മാസ്മി, ഞാൻ ഇതല്ല. അപ്പൊ അത് യഥാർത്ഥത്തിൽ ഈ തലത്തിൽ ഇരുന്നു കൊണ്ട് അതൊരു സ്വപ്നമാവും അല്ലെ. അപ്പൊ ഇവിടെ ഇരുന്നു കൊണ്ട് ഞാൻ സ്വിറ്റ്സർലാൻഡ് എന്ന് വിചാരിച്ചത് സ്വപ്നമല്ലേ, കാരണം ഇവിടെ അത് യഥാർത്ഥമല്ലല്ലോ. അതുപോലെ ഈ തലത്തിൽ ഇരുന്നു കൊണ്ട്, അജ്ഞാന തലത്തിൽ ഇരുന്നു കൊണ്ട് ഞാൻ ആ മുക്ത അവസ്ഥയെ ചിന്തിച്ചാൽ സ്വപ്നമാകും. പക്ഷേ ആ സ്വപ്നം എന്താണ്? അതാണ് യഥാർത്ഥം. അതാണ് യഥാർത്ഥം. അതാണ് സ്വാമിജി പറയുന്നത് ഡ്രീം ബട്ട് ട്രൂവർ ഡ്രീംസ്. അപ്പോ അങ്ങനെ ധാരണകൾ മാറ്റിയാൽ, അല്ലെങ്കിൽ ആശയങ്ങൾ മാറ്റിയാൽ, നമ്മുടെ വിശ്വാസങ്ങൾ മാറ്റിയാൽ തന്നെ അത് തന്നെയാണ് യഥാർത്ഥ ആത്മീയത. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ശ്രീരാമകൃഷ്ണാർപ്പണമസ്തു. അവസാനം വരെ രാജേന്ദ്രൻജി ഒന്നും പറഞ്ഞില്ല, അത് തെറ്റിപ്പോയതാണ്, എന്താ പ്രസ്സായി പോയത്. ശരി, എന്നാ ശുഭരാത്രി. ശുഭരാത്രി.